എന്താ? മുതലാളി ഒന്ന് കാണാമെന്നതാണ്. എന്ത് ഐറ്റംസിനാ? ഐറ്റംസ് അല്ല, എന്ത് കാര്യത്തിനാ? ഒരു ഡ്രൈവറുടെ ഒഴിവുണ്ടെന്ന് അറിഞ്ഞു. ആ ശരി, മുതലാളി ഓഫീസിൽ പോകാൻ ഇപ്പൊ വരും. ഒരു 5 minutes വെയിറ്റ് ചെയ്യും. രാവിലെ ഓരോ ഐറ്റംസ് കയറി വരും. എന്റെ പാവപ്പെട്ട മുതലാളി ഇവിടെ ഒരു ഡ്രൈവറുടെ ഒഴിവുണ്ടെന്ന് കേട്ടു. ആര് പറഞ്ഞു? ഗസറ്റിൽ പറഞ്ഞു കേട്ടതാ. എന്താ പേര്? ബേബി. ഏതുവരെ പഠിച്ചു? 7ാം ക്ലാസ് വരെ. ഡ്രൈവിംഗ് അറിയാമോ? ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ആർക്കും കിട്ടും. ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയാമെന്നാ ചോദിച്ചത്. അറിയാം. ജീപ്പും ലോറിയും എല്ലാം ഓടിക്കും. ഇപ്പൊ നിന്റെ പേരിൽ എത്ര കേസുണ്ട്? ആക്സിഡന്റിൽ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന്? ഞാൻ ഇതുവരെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടില്ല സാർ. വളരെ മോശം. ഒരു ആക്സിഡന്റ് എങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ നീ ഡ്രൈവർ ആണെന്ന് പറഞ്ഞാൽ വന്നിട്ട് എന്താ കാര്യം? ആക്സിഡന്റ് ഉണ്ടാകാൻ പോകുമ്പോഴെല്ലാം ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. കൊള്ളാം. ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു ജോലി? കവളപ്പാറ എസ്റ്റേറ്റിൽ. എന്താ അവിടെ നിന്ന് പോകുന്നത്? വല്ലതും മോട്ടിച്ചിട്ടാണോ? അല്ല, മോഷ്ടിക്കാനുള്ള അവസരം അവിടുത്തെ മുതലാളി എനിക്ക് തന്നിരുന്നില്ല. എനിക്ക് ജീവിക്കാനുള്ള മാന്യമായ ശമ്പളം തന്നിരുന്നു. പിന്നെന്താ പോരാൻ കാരണം? മുതലാളി എസ്റ്റേറ്റ് വേറൊരാൾക്ക് വിറ്റു. നിനക്കിവിടെ ആരൊക്കെ ഉണ്ട്? എനിക്ക് ആരുമില്ല, ഒറ്റ തടിയാ. അപ്പൊ ശമ്പളമൊന്നും വേണ്ടല്ലോ, ചെലവടന്നാ പോരെ? പോരാ, ജോലി ചെയ്യുന്നതിന് തക്കതായ കൂലി കിട്ടണം. ഗുഡ്. തൽക്കാലം നീ എന്റെ ഡ്രൈവറായിട്ടിരിക്കുക. പിന്നെ ജോലി കണ്ടിട്ട് തീരുമാനിക്കാം. ശരി സാർ. ചേട്ടൻ ഇതുവരെ പോയില്ലേ? ആ മീര, ഇതാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. Why should you appoint a boy who has come from somewhere else? Better will have an older person. He seems to be innocent, Meera. Let's try. ഇപ്പൊ തന്നെ ജോലിക്ക് ചേരാൻ തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നത്? അതെ സാർ. എന്നാ നമുക്ക് ഫാക്ടറിയിലേക്ക് പോവാം. നിന്റെ ഡ്രൈവിംഗ് ഒന്ന് കാണട്ടെ. എന്റെ ജീവന്റെ താക്കോലാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. ബി കെയർഫുൾ. Any leisure time items? ആവശ്യമുള്ളപ്പോ പറയാം. താൻ പോയി തന്റെ ജോലി നോക്ക്. ഇതാണ് എന്റെ ജോലി. Shut up. Go inside. നിർത്താൻ വണ്ടി നിർത്താൻ. ഇറങ്ങ. ഇറങ്ങ. മതി നിന്റെ ഡ്രൈവിംഗ്. സാർ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഓവർ ടേക്കിങ്ങും ഓവർ സ്പീഡും ഈ ജോലി നിനക്ക് പറ്റില്ല. ഞാൻ പതുക്കെ ഓടിച്ചപ്പോൾ സാറിന് ഇഷ്ടമായില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് സ്പീഡ്. എനിക്ക് ഇഷ്ടമായില്ലെന്ന് നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ സാറിന്റെ മുഖം കണ്ടപ്പോ. എന്താ എന്റെ മുഖത്തിന് കുഴപ്പം? മേലിൽ ഇങ്ങനെ ഓവർ സ്പീഡ് വണ്ടി ഓടിക്കരുത്. കയറി. എന്നെ ഇവിടുത്തെ ഡ്രൈവറായിട്ട് നിയമിച്ചു. ആ, ഇന്നു മുതൽ ഇവിടുത്തെ ക്വാർട്ടേഴ്സിൽ താമസിച്ചോളാൻ സാറ് പറഞ്ഞു. ആഹാ. എടാ കൊച്ചനെ, നീ ഏത് ജാതിക്കാരനാ? ആൺജാതി. അല്ലടാ, ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം, ഇതിലേത് ഐറ്റത്തിൽപ്പെട്ടതാ? ഞാൻ സത്യക്രിസ്ത്യാനിയാ. ആഹാ, അപ്പൊ നമ്മൾ രണ്ടും ഒരു ജാതിക്കാരാണല്ലോ. അതിൽ ഏത് ഐറ്റംസ് ഇപ്പെടും? സിറിയന. ഞാൻ റോമൻ കത്തോലിക്കനാ. സ്വപ്പ കൂടിയ ഐറ്റമാ. നീ വാ. ആ, ഇതാ നിന്റെ ക്വാർട്ടേഴ്സ്. മരിച്ചുപോയ പഴയ ഡ്രൈവർ ഗോപാലൻ ഇവിടാ താമസിച്ചിരുന്നു.
വണ്ടി മറിഞ്ഞാ മരിച്ചത്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് ആത്മാവ് ഈ പരിസരം വിടുകയല്ല. നീ എന്താ പേടിക്കാത്തെ? മരിച്ചുപോയ ആളുകൾ എന്തിനാ പേടിക്കുന്നത്? അപ്പൊ നിനക്ക് പ്രേതത്തിനെ പേടിയില്ലേ? ഞാനൊരു പ്രേതത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്ത് ഐറ്റംസിനാ? ഒരു കൂട്ടിന്. എന്റെ കർത്താവേ, ഞാൻ എന്തോന്നായി കേൾക്കുന്നേ? എന്നാൽ എനിക്ക് കൂട്ടിന് ചേട്ടവിടെ കിടന്നോ? ചേടാ തീവ്രവാദി, നിന്റെ വേല മനസ്സിലിരിക്കട്ടെ. ഈ ചെറുപ്രായത്തിലെ എന്നെ കർത്താവെങ്കിൽ നിദ്ര പ്രാപിപ്പിക്കാനായിരിക്കും നിന്റെ ആലോചന. നിനക്ക് കുളിക്കണേ കുളിമുറി അവിടെ ഉണ്ട്. ആ, എനിക്ക് 1-2 ഡ്രസ് എടുക്കണം. അപ്പൊ തുണിയും കോണാനും ഇല്ലാതെ കയ്യും വീശിങ്ങി പോരുമായിരുന്നു. ജോലി മാത്രം തന്നാ പോരെ, തുണി ഐറ്റംസും തരണോ? ജോലി കിട്ടുമെന്ന് വിചാരിച്ചല്ല ഇങ്ങോട്ട് വന്നത്. അതാണ് എന്റെ മുതലാളി. തൽക്കാലം ഇങ്ങോട്ടിരിക്കെ, ഞാൻ മാറാൻ എന്തെങ്കിലും കൊണ്ടുവരാം. അതാക്കോല്. പലിശ നിരക്കൊന്നും കാണാനില്ലല്ലോ. 2% അധിക പലിശ. എല്ലാ നിക്ഷേപങ്ങൾക്കും ജൂൺ 20 വരെ 26%, 28%, 30%, 32%. അല്ല, ഇതാരും മീരമോളാ? ഇങ്ങോട്ടൊക്കെ വരാൻ വഴി അറിയോ മോക്ക്? അങ്കിൾ പ്രിയ എവിടെ? അവളകത്തുണ്ട്. ഇതെന്ത് കുന്തനാണ്ടാ മോളെ? വീഡിയോ ക്യാമറ. ഫോട്ടോ എടുക്കുന്ന? അതെ. ഇതിനെന്നാ വില വരും? 25,000 രൂപ വരും. ഓ, ഫോട്ടോ എടുക്കുന്ന കിഡ്ലോക്കിന്റെ വിലയെ 25,000 രൂപ. 25,000 രൂപ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിട്ടാലേ 32% പലിശ കിട്ടും. ഇത് കണ്ട ആന്റി എവിടെ അങ്കിൾ? ആന്റി, ഹായ് ആന്റി. ആ, മീരയോ? മോള് വന്നെന്ന് പ്രിയ പറഞ്ഞു. ഇന്ന് ഏതായാലും മോള് വന്നത് നന്നായി. ഇന്നെന്താ വിശേഷം? ഇന്നൊരു കൂട്ടർ പ്രിയ കാണാൻ വരുന്നുണ്ട്. ചെറുക്കൻ ഡോക്ടറാ. നേരാണോ ആന്റി? എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ആ ബ്രോക്കർ നാരായണൻ വന്ന് പറഞ്ഞത് ഇന്ന് അവർ ഇവളെ കാണാൻ വരുമെന്ന്. നല്ല കാര്യമാ മോളെ. ആ, മോളെ ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. കാര്യമൊക്കെ നല്ലതാ. പക്ഷെ നാട്ടിലെങ്ങും ഇല്ലാത്ത വിലയാ ചോദിക്കുന്നത്. വിലയോ? ആ, സ്ത്രീധനം 2 ലക്ഷം രൂപയെ. പ്രിയ, പ്രിയ. ഞാനിവിടെ നിന്ന് മരത്തേന്ന് കുലുക്കിയെടുക്കാനെന്നാ വരുന്നവന്റെ ഒക്കെ വിചാരം. രാമകല് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് വല്ലവനും കൊണ്ട് കൊടുത്താലേ അവസാനം ഞാനിവിടെ ജോലി കുത്തേണ്ടി വരും. ഓവേ, ഡോക്ടർ സ്വപ്നം കണ്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഒന്ന് പോടി. അപ്പഴേ ഡോക്ടർ എന്ന് കേട്ടപ്പോ നമ്മുടെ ചേട്ടന് തഴഞ്ഞോ? നിനക്ക് തമാശയാ. എനിക്ക് ഡോക്ടറെയും വേണ്ട, ആരെയും വേണ്ട. ആരെയും? ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല. അമ്മയുടെ നിർബന്ധം കൊണ്ടാ. നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്ത് ചെയ്യണം? പറഞ്ഞു. ആ ഡോക്ടർ എന്നെ കണ്ടിട്ടുണ്ട്. അയാൾക്ക് എന്നെ വലിയ കമ്പോ. നീ ഈ പ്രപ്പോസൽ ഒന്ന് കലക്കി തരണം. ആ കാര്യം ഞാൻ ഏറ്റു. അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്ന് വെച്ച് കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല. പക്ഷെ ഒരു കാര്യം, നീ കുറച്ചുകൂടി ആക്റ്റീവ് ആണ്. ചേട്ടനെ തനിച്ച് കാണുമ്പോ നീ കേറി ഹെഡ് ചെയ്യണം. അങ്ങനെ എളുപ്പത്തിൽ വീഴുന്ന ആണെന്നല്ലേ എന്റെ ചേട്ടനെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ നിന്റെ പാസിംഗ് പോലെ ഇരിക്കും ബോൾ പോസ്റ്റ് വീഴുന്നത്. എന്താ അങ്കിൾ? മോളിങ് വന്നേ. ഞാനോ? ആ, എന്തിനാടി? അങ്കിൾ എന്തിനാ വിളിച്ചത്? അങ്കിൾ ഒരു കാര്യം പറഞ്ഞ മോൾ അനുസരിക്കുവോ? എന്താ അങ്കിൾ? പ്രിയയുടെ ഈ ഡോക്ടറുമായിട്ടുള്ള കല്യാണക്കാര്യം മോളൊന്ന് കലക്കി തരണം. അവിടെ തള്ള പറയും 2 ലക്ഷം കൊടു, 3 ലക്ഷം കൊടുന്നൊക്കെ. അവിടെ തള്ള ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ 5000 തൂമ്പേ 3 പവനുമായി എനിക്ക് തന്നത്. പിന്നെ പ്രിയയ്ക്ക് വേണ്ടി ഞാനൊരു 25,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഒതുങ്ങുന്ന കാര്യമാണെങ്കിൽ ഞാൻ നടത്തി കൊടുക്കാം. ഇതാണോ 2 ലക്ഷം രൂപയായി? ആ, പിന്നെ എന്റെ മോടെ കല്യാണക്കാരി ഞാനാ കലക്കിയെന്ന് അവിടെ തള്ളെ അറിയാൻ ഇടവരരുത്. ആ, മോള് വയ്ക്കൂ. വല്ല ആമ്പിള്ളേരുമായിരുന്ന ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ ഇങ്ങോട്ട് ഒഴിയാനെ. പ്രസവിക്കാൻ ലേബർ റൂമിൽ കയറിയപ്പോ പ്രത്യേകം ഞാൻ പറഞ്ഞ പെങ്കൊച്ചിനെ കൊണ്ട് വരരുതെന്ന്. അന്ന് അവളത് കേട്ടില്ല. ഇപ്പൊ പറയുന്നു ലക്ഷം കൊടു, ലക്ഷം കൊടു, കൊടുക്കും. ഓ,